ന്യൂസ് അവറിലേക്ക് വിശദമായി. ബാർ ഉടമകളെ സഹായിക്കാൻ എക്സൈസ് വകുപ്പ് നിലവാരം ഉയർത്താതെ ബാർ ലൈസൻസുകൾ പുതുക്കരുതെന്ന ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ ശുപാർശ മറികടന്നാണ് ഉപാധികളോട് ലൈസൻസ് പുതുക്കി നൽകാമെന്ന് വകുപ്പ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ജസ്റ്റിസ് എം രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് ഇങ്ങനെ പറയുന്നു. ചില ബാറുകൾക്ക് കള്ളുഷാപ്പിന്റെ നിലവാരം മാത്രം. നിലവാരം ഉയർത്താതെ ഇവയുടെ ലൈസൻസ് പുതുക്കരുത്. നിലവാരം ഉയർത്താൻ സമയം നൽകാം. താൽക്കാലിക ലൈസൻസ് എന്ന ഏർപ്പാട് വേണ്ട. 3 സ്റ്റാറിന് താഴോട്ടുള്ള ഹോട്ടലുകൾക്ക് പുതിയ ബാർ ലൈസൻസ് കൊടുക്കേണ്ട. സൗകര്യങ്ങളില്ലാത്ത ബാറിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരിക്കലും അത് നടത്താൻ ഞാനത് യോജിക്കുന്നില്ല. ഫെസിലിറ്റീസ് വേണം. ചില ബാറുകൾ മഹാമോശം കണ്ടീഷൻസാണ്. ഒരു ബെഞ്ചും ഡെസ്കും അവിടെ ആൾക്കാർ വൈകുന്നേരം വരണു, അവിടുന്ന് ബില്ലൊന്നും കൊടുക്കുന്നില്ല. ഈ നിർദ്ദേശം കയ്യിലിരിക്കെയാണ് 418 നിലവാരമില്ലാത്ത ബാറുകളെ ചൊല്ലിയുള്ള കേസിൽ സർക്കാർ ഒളിച്ചുകളി നടത്തിയത്. ഇതേക്കുറിച്ച് പുതിയ പഠനം വേണമെന്നായിരുന്നു നിലപാട്. എക്സൈസ് വകുപ്പാകട്ടെ നിലവാരം ഉയർത്താൻ 6 മാസത്തെ സമയമെന്ന ഉപാധിയോടെ എല്ലാറ്റിനും ലൈസൻസ് പുതുക്കി നൽകാനുള്ള നീക്കത്തിലുമാണ്. സംസ്ഥാനത്തെ മദ്യ ഉപഭോഗം കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് രാമചന്ദ്രൻ കമ്മീഷൻ നൽകിയത്. ബാറുകൾ രാവിലെ 11:30 തുറക്കാവൂ, രാത്രി 10 അടയ്ക്കുകയും വേണം. മദ്യം വാങ്ങുന്നവരുടെ പ്രായം തെളിയിക്കാൻ തിരിച്ചറിയൽ രേഖ വേണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ റിപ്പോർട്ട് തയ്യാറാക്കിയ കമ്മീഷൻ ജസ്റ്റിസ് രാമേന്ദ്രൻ, TN പ്രതാപൻ MLA, VS സുനിൽകുമാർ MLA, ബാർ ഉടമ സംഘത്തിന്റെ പ്രതിനിധിയായ ജെയ്സൺ ചെമ്പരത്തി എന്നിവർ ചേരുന്നു. ആദ്യം ശ്രീ TN പ്രതാപൻ, 418 ബാറുകളുടെ കാര്യത്തിൽ തർക്കം അവിടെ നിലനിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഈ 418 പുറത്തുള്ള ചില ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകാനുള്ള എക്സൈസ് വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ നേതാവടക്കം രൂക്ഷമായ വിമർശനം ഉന്നയിക്കുമ്പോഴാണ് ഇപ്പോൾ നിലവാരമില്ലാത്ത ബാറുകൾക്ക് കൂടി ലൈസൻസ് ഉപാധികളോട് പുതുക്കി നൽകാമെന്ന ശുപാർശയുമായി ഈ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് എക്സൈസ് വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന എക്സൈസ് വകുപ്പിന്റെ താല്പര്യം ബാർ ഉടമകളോടാണോ ജനത്തോടാണോ? ഒന്നാമത്തെ കാര്യം ശ്രീ സുരേഷ്, ഒരു കാരണവശാലും ജസ്റ്റിസ് എം രാമചന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിയിട്ടില്ല, ഗവൺമെന്റ് തള്ളിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, സുരേഷിന്റെ ചോദ്യത്തിന്, കോൺഗ്രസിന് UDFന് ജനങ്ങളോടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. ജനങ്ങളോടാണ് കമ്മിറ്റ്മെന്റ്. ജനങ്ങളാണ് UDFന്റെ മുന്നിലുള്ള തമ്പുരാക്കന്മാർ, അല്ലാതെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ബാർ ഉടമകളോ അല്ല. മൂന്നാമത്തെ കാര്യം, എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഗവൺമെന്റിന് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത റിപ്പോർട്ടാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ആ റിപ്പോർട്ട് ഗവൺമെന്റ് അംഗീകരിച്ചില്ല. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ അത് ഇന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നാളെ കോൺഗ്രസിന്റെ KPCCയും ഗവൺമെന്റും തമ്മിലുള്ളൊരു ഏകോപന സമിതിയുണ്ട്. ആ ഏകോപന സമിതി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്തതിനു ശേഷം മാത്രം ഈ കാര്യത്തിൽ ഗവൺമെന്റിന് പൊളിറ്റിക്കലായ ചില നിർദ്ദേശങ്ങൾ നൽകും. ആ നിർദ്ദേശപ്രകാരം മാത്രമേ ഗവൺമെന്റ് പ്രവർത്തിക്കൂ എന്ന് എക്സൈസ് മന്ത്രി ശ്രീ K. ബാബു തന്നെ. ഇത് നയപരമായ തീരുമാനം എടുത്തിട്ടില്ല, എക്സൈസ് ഉദ്യോഗസ്ഥരുടെ മാത്രം തീരുമാനമാണെന്നുള്ള എക്സൈസ് മന്ത്രിയുടെ വാദം അംഗീകരിക്കുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ഒരു സംശയം, സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരു വിദഗ്ധ സമിതിയെ, ഒരു ഏകാംഗ കമ്മീഷനെ സർക്കാർ നിയമിച്ചിരിക്കുന്നു. ജസ്റ്റിസ് രാമേന്ദ്രനെ നിയമിക്കുന്നത് 2013 മാർച്ച് മാസത്തിലാണ്. 2013 ഓഗസ്റ്റിൽ തന്നെ ഈ റിപ്പോർട്ട് സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. കഴിഞ്ഞ 8 മാസമായി ഈ റിപ്പോർട്ടിന്മേൽ സംസ്ഥാന സർക്കാർ എന്തു ചെയ്തു? ഞാൻ സുരേഷ് ഒരു ചെറിയ തിരുത്തൽ, എനിക്കാണോ തെറ്റുപറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ സുരേഷാണോ എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ 2014 മാർച്ച് മാസം 4-ാം തീയതിയാണ് ജസ്റ്റിസ് എം രാമചന്ദ്രൻ റിപ്പോർട്ട് നൽകിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താം. 2013 ആഗസ്റ്റ് മാസത്തിലല്ല, 2013 ഒക്ടോബർ മാസത്തിലാണ് ജസ്റ്റിസ് എം രാമചന്ദ്രനെ കമ്മീഷൻ തന്നെ നിയമിച്ചിട്ടുള്ളത്. 2014 മാർച്ച് 4-ന് ജസ്റ്റിസ് രാമചന്ദ്രൻ റിപ്പോർട്ട് കൊടുക്കുന്നു. സ്വാഭാവികമായും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കോഡ് ഓഫ് കോണ്ടക്ട് ആരംഭിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് പോവുകയാണ് മാർച്ച്. 2014 മാർച്ച് 4-ാം തീയതി കിട്ടിയ റിപ്പോർട്ട് സ്വാഭാവികമായും ആ ഒരു റിപ്പോർട്ട് ചർച്ച ചെയ്യാനും ക്യാബിനറ്റിൽ വെച്ച് ചർച്ച ചെയ്യാനും പൊളിറ്റിക്കലായ തീരുമാനമെടുക്കാനും ഉള്ള സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ട് എന്നുള്ള സത്യമാണ്. നമുക്ക് ജസ്റ്റിസ് എം രാമചന്ദ്രന്റെ റിപ്പോർട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പോൾ ഈ പുറത്തുവിട്ടതുപോലെ
നമുക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യപ്പെടുന്നതാണ്. ഞാൻ ആ റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യപ്പെടുന്നു. ജസ്റ്റിസ് എം രാമചന്ദ്രനെ അഭിനന്ദിക്കുന്നു. രാമചന്ദ്രനെ നിയമിച്ച ഗവൺമെന്റിനെയും അഭിനന്ദിക്കുകയാണ്. ഗവൺമെന്റിന്റെ ഇൻഡിക്കേഷൻ വളരെ ക്ലിയർ ആണ്. എങ്ങനെയാണ് കേരളത്തിലെ മദ്യത്തിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരിക, അതിനെന്താണ് പ്രായോഗികമായ നിർദ്ദേശങ്ങൾ, അതിന് ജസ്റ്റിസ് എം രാമചന്ദ്രൻ നൽകിയ നിർദ്ദേശങ്ങൾ തീർച്ചയായും ഗവൺമെന്റ് പരിഗണനയിലുണ്ട്. ഗവൺമെന്റും പാർട്ടിയും UDF-ഉം കോൺഗ്രസും അത് ഗൗരവത്തിൽ പഠിച്ച് പരിഗണിക്കും. തീർച്ചയായും ബാറുകൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുഴുവൻ കള്ളുഷാപ്പ് ഒഴികെയുള്ള മദ്യഷാപ്പുകൾ രാവിലെ 11:30 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത്, രാത്രി വരെയുള്ള സമയത്ത് തുറന്നാൽ മതി എന്നുള്ളത് സ്വീകാര്യമാണ്. ജസ്റ്റിസ് എം രാമചന്ദ്രൻ ഇതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം കേരളത്തിന്റെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു സൂചകമായി കണക്കാക്കി നമുക്ക് അദ്ദേഹത്തെയും അഭിനന്ദിക്കാം, റിപ്പോർട്ടിനെയും സ്വീകരിക്കാം. അതോടൊപ്പം തന്നെ ഗവൺമെന്റിന് ഈ കാര്യത്തിൽ ഒന്നും വേറെ മറച്ചു വെക്കാനില്ല. മറച്ചു വെക്കാനുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് കിട്ടിയ സന്ദർഭത്തിൽ സുപ്രീം കോടതിയിൽ പറയേണ്ട കാര്യമില്ല. സുപ്രീം കോടതിയിൽ തന്നെ ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റിൽ വളരെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത്തരം ഒരു റിപ്പോർട്ട് ഗവൺമെന്റ് പരിഗണന പക്കയിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞത് തന്നെ ഗവൺമെന്റ് ഈ റിപ്പോർട്ടിനെ ഗൗരവത്തിലെടുക്കുന്നു, മുഖവിലക്കെടുക്കുന്നു എന്നതിന്റെ തെളിവായതിനാൽ ഗവൺമെന്റ് വിശ്വാസത്തിലെടുക്കുക. ഈ ഗവൺമെന്റ് അല്ലേ പിന്നെ സുരേഷ് ഇച്ഛാശക്തിയോടുകൂടി ഇത്തരത്തിൽ തീരുമാനമെടുത്തത്, മദ്യനയത്തിൽ ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ഗൗരവപൂർവമായ തീരുമാനമെടുത്തത്. സുരേഷ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഏഷ്യാനെറ്റിൽ ഇതിനു മുൻപ്, ഈ 418 ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കാൻ പാടില്ല എന്ന് LDF ഗവൺമെന്റ് കാലത്ത് അന്നത്തെ എക്സൈസ് കമ്മീഷണറായിരുന്ന സുബയ്യ IAS നൽകിയ റിപ്പോർട്ട്, ആ കത്താണല്ലോ ഓഡിറ്റർ ജനറൽ AG ഓഡിറ്റ് ചെയ്യപ്പെട്ടപ്പോൾ കണ്ടുപിടിച്ചതും ഇത്തരത്തിൽ പരാമർശം ഉണ്ടാകാനും ആ പരാമർശം സുപ്രീം കോടതിയുടെ അടുത്തേക്ക് എത്താനും ഇടയായത്. അപ്പൊ അതിനർത്ഥം അന്ന് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് എക്സൈസ് കമ്മീഷണറായ സുബയ്യ കൊടുത്തിട്ടുള്ള ഉത്തരവ് പാലിക്കാതെ അന്ന് അൺഹൈജീനിക് കണ്ടീഷനുള്ള ബാറുകൾക്കെല്ലാം ലൈസൻസ് പുതുക്കി കൊടുത്ത അന്നത്തെ ഗവൺമെന്റ് LDF ഗവൺമെന്റ് നടത്തിയ ഇതിന് പുറകിലുള്ള ഗൂഢോദ്ദേശത്തെയും അഴിമതിയെയും കുറിച്ച് അന്വേഷിക്കണം. അതിന്റെ അന്വേഷണമാണ് UDF ഗവൺമെന്റ് ഉന്നത അന്വേഷണമാണ് ആദ്യം നടത്തേണ്ടത്. ഈ വലിയ വൻ അഴിമതി അതിന് പുറകിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ജനങ്ങൾ സംശയിക്കുന്നു. അതിനെപ്പറ്റി അന്വേഷിക്കട്ടെ. UDF ഗവൺമെന്റ് ജനപക്ഷത്ത് നിൽക്കും. ജനപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ മദ്യനയത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ. ഞാൻ തിരിച്ചു വരാം. ശ്രീ TN പ്രതാപൻ. VS സുനിൽകുമാർ MLA ടെലിഫോണിൽ ചേരുന്നു. ശ്രീ VS സുനിൽകുമാർ, 418 ബാറുകളുടെ പട്ടിക തയ്യാറാക്കുന്നത് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് സുബയ്യ എക്സൈസ് കമ്മീഷനായി ഇരിക്കുമ്പോഴാണ്. ഇപ്പോൾ ഈ 418 ബാറുകളുടെ പുറത്ത്, അതായത് 3 സ്റ്റാർ പദവിയോടുകൂടി ലൈസൻസ് നേടിയ ചില ബാറുകൾക്ക് ക്ലാസിഫിക്കേഷൻ അവർ പുതുക്കിയിട്ടില്ലെങ്കിൽ കൂടി അവരുടെ ലൈസൻസ് ഇപ്പോൾ വീണ്ടും പുതുക്കി നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തതാണ് വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. 48ഓളം ബാറുകൾ അത്തരത്തിൽ ലൈസൻസ് പുതുക്കി നൽകിയതിൽ അഴിമതി ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നുകൂടി ആവർത്തിച്ചിട്ടുണ്ട്. ഈ 418 ബാറുകളിൽ വൃത്തിഹീനമായ ബാറുകൾക്ക് ലൈസൻസ് നൽകുന്നതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം മുൻ സർക്കാരിനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 418 പുറത്ത്, അതിൽ 2007 ശേഷമുള്ളതുണ്ട്, 10-20 വർഷം മുമ്പുള്ളതുണ്ട്, 3 സ്റ്റാർ കാറ്റഗറി ഇല്ലാത്തവയുണ്ട്. എന്തു മാനദണ്ഡത്തിലാണ് എണ്ണപ്പെട്ട ചില ജില്ലകളിലെ ചില തിരഞ്ഞെടുത്ത ബാറുകൾക്ക് മാത്രമായി എക്സൈസ് വകുപ്പ് പ്രവർത്തനാനുമതി നൽകിയത്? അല്ല സുരേഷ്, ഞാനിപ്പോ ഒരു കാര്യം പറയാം. പ്രതാപൻ ഇവിടെ പറഞ്ഞിട്ട് രാമേന്ദ്രൻ റിപ്പോർട്ട് മാത്രമല്ല, കേരളത്തിലെ മദ്യത്തിന്റെ വ്യാപനം കുറയ്ക്കുന്നതിന് വേണ്ടി ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ട് മുതൽ എടുത്ത് പരിശോധിച്ചാല് മദ്യത്തിന്റെ വ്യാപനം കുറയ്ക്കാൻ വേണ്ടി നടപ്പാക്കിയ ഒരു റിപ്പോർട്ടും കേരളത്തിൽ നടപ്പാക്കപ്പെട്ടിട്ടില്ല. ഇപ്പൊ AK ആന്റണി കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ചാരായ നിരോധനം ഇവിടെ കേരളത്തിൽ നടത്തിയതിനു ശേഷം മദ്യത്തിന്റെ ഉപയോഗം കുറഞ്ഞിട്ടുണ്ടോ? പ്രധാനം പറയട്ടെ, ഇവിടെ സാധാരണക്കാരൻ കുടിച്ചിരുന്ന ചാരായത്തിന്റെ ഉപയോഗം കുറഞ്ഞെങ്കിൽ അതിന് പകരമായി വിദേശ മദ്യത്തിന്റെ ഉപയോഗം കൂടിയെന്നല്ലാതെ മദ്യപാനം ഇവിടെ യാതൊരു രീതിയും കുറച്ചില്ല. ഇപ്പൊ ഒരു 418 ബാറുകളുടെ മാനദണ്ഡം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാല് ഈ പൂട്ടിയിരിക്കുന്ന 418 ബാറുകളിൽ തന്നെ വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന ബാറുകൾ അടച്ചുപൂട്ടിയതായിട്ട് എനിക്കറിയാം. അതേസമയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബാറുകളിൽ ഇപ്പോൾ ഇവർ പറയുന്ന മാനദണ്ഡം ഒന്നുമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബാറുകൾ അറിയാം. 4 സ്റ്റാർ ഫെസിലിറ്റിയിലെ തൃശ്ശൂരിലെ ഒരു പ്രധാനപ്പെട്ട ബാറിന്റെ സൈഡില് ജനതാ ബാർ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബാർ നേരിട്ട് കാണണമെങ്കിൽ സുരേഷ് വന്നാൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതൊന്നും യാതൊരു അർത്ഥമില്ല. ഇവിടെ ബാറുകൾ അടച്ചുപൂട്ടി 418 ബാറിൽ അടച്ചുപൂട്ടി 22,000 തൊഴിലാളികൾ കഷ്ടത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ 22,000 തൊഴിലാളികൾ കഷ്ടത്തിലായിരിക്കുകയാണ്. ഗവൺമെന്റ് ഒരു പോളിസി നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് മുമ്പിൽ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് നടപ്പാക്കാൻ എന്തുകൊണ്ട് വൈകി? ആ ഗവൺമെന്റ് മറുപടി നാളെ ഇപ്പൊ KPCC മീറ്റിംഗ് കൂടാണല്ലോ. ആ KPCC മീറ്റിംഗ് കൂടിയിട്ട് നമ്മുടെ കേരളത്തിൽ മദ്യനിരോധനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമല്ല, മദ്യവർജനം മാത്രമേ ഇവിടെ സാധ്യപ്രായമാകുള്ളൂ എന്ന കാര്യം എല്ലാവർക്കും അറിയാം. എല്ലാ കമ്മീഷൻ റിപ്പോർട്ടുകളും മദ്യവർജനത്തെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ജസ്റ്റിസ് രാമേന്ദ്രൻ റിപ്പോർട്ട് അടക്കം അതിനകത്ത് പറയുന്നത് വീര്യം കുറഞ്ഞ മദ്യം ഉപയോഗം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഏത് ഗവൺമെന്റ് വന്നാലും, ഇപ്പൊ ഞാൻ UDF ഗവൺമെന്റ് ആണ് LDF ഗവൺമെന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ഏത് ഗവൺമെന്റ് വന്നാലും ശരി ഇവിടെ വീര്യം കുറഞ്ഞ മദ്യം വിൽപ്പന നടത്താൻ ആവശ്യമായിട്ടുള്ള അതിന് വേണ്ട പ്രോത്സാഹനം കൊടുക്കലെല്ലാം നടപ്പാക്കപ്പെട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ഇവിടെ ഇപ്പൊ നിൽപ്പൻ കൗണ്ടറുകൾ ആരംഭിച്ച LDF ഗവൺമെന്റ് കാലത്താണ് പ്രഭാവം പറയാതിരിക്കുക. അപ്പൊ ഈ ഗവൺമെന്റ് വന്നപ്പോൾ തുടരാണ് ഉണ്ടായത്.
ഇവിടെ ഹെറിറ്റേജ് ബാർ എന്ന് പറഞ്ഞ ബാറുകൾ പലത് ആരംഭിച്ചു. ഇപ്പൊ എന്റെ മണ്ഡലത്തിൽ കൈപ്പോലം മണ്ഡലത്തിലെ ബാർ പ്രധാനം അറിയാം. ഈ ഹെറിറ്റേജ് ബാർ എന്ന് പറഞ്ഞ അനുവദിച്ച ബാറാണ്. അവിടെ ഒരു ഹെറിറ്റേജും ഇല്ല, അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ സുനിൽകുമാർ, അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ ചോദിച്ചത്, അതായത് ഈ 48 ബാറുകൾക്ക് ലൈസൻസ് നൽകുന്നതിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിവേചനപരമായ ഒരു അധികാരം ഉപയോഗിച്ചു, അതിൽ അഴിമതി ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നെങ്കിൽ അതിനെന്താണ് അടിസ്ഥാനം? അതോ ഇപ്പോൾ നൽകിയിരിക്കുന്നതെല്ലാം അഴിമതിയാണ്, ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നതിലും യോഗ്യരുണ്ട് എന്ന് കാടടച്ചു വെടിവെക്കുന്നതിനപ്പുറത്തേക്കുള്ള വസ്തുത എന്താണ് അതിനകത്ത്? അല്ല, ഞാൻ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്ന അഴിമതി ആരോപണം ഞാൻ ഉന്നയിക്കുന്നില്ല. കാരണം എനിക്ക് എന്റെ വ്യക്തമായ രേഖകൾ എന്റെ കൈവശമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ആവർത്തി പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കൈവശം രേഖ ഉണ്ടായതുകൊണ്ടായിരിക്കും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരിക്കുക. ഇതിന്റെ അഴിമതി എന്താണ്? ഇപ്പൊ അതിനകത്ത് പിന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുള്ള അഴിമതി ഉണ്ടോ, അല്ലെങ്കിൽ എക്സൈസ് മന്ത്രി അഴിമതി നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്ക് വ്യക്തമായ രേഖ ഞാനത് പറയില്ല. ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക, ഞാൻ തിരിച്ചു വരാം. ജെയ്സൺ ചെമ്പരത്തി ബാർ ഉടമ സംഘത്തിന്റെ പ്രതിനിധിയാണ്. ശ്രീ ജെയ്സൺ, 418 ബാറുകൾക്ക് പ്രവർത്തനാനുമതി നിഷേധിക്കുന്നതിനുള്ള ഒരു കാരണം അന്ന് തയ്യാറാക്കിയ പട്ടികയാണ്. പക്ഷേ ഈ പട്ടികയ്ക്ക് പുറത്ത് ഇത്ര പോലും നിലവാരമില്ലാത്ത വൃത്തിഹീനമായ ബാറുകൾക്കും പ്രവർത്തനാനുമതി നൽകി. അതിനകത്ത് അഴിമതിയുണ്ട്, അല്ലെങ്കിൽ അനീതിയുണ്ട്, സ്വജനപക്ഷപാതം ഉണ്ടെന്നാണ് ആരോപണം. ഏതെങ്കിലും ബാറുകൾക്ക്, യോഗ്യതയില്ലാത്ത ബാറുകൾക്ക് ഇപ്പോൾ ഈ 418 ബാറുകൾ പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലും പ്രവർത്തനാനുമതി നൽകിയിട്ടുണ്ടോ ക്രമവിരുദ്ധമായി? അല്ല, ഈ ഇപ്പം പൂട്ടിക്കിടക്കുന്ന 418 ബാറുകൾ പ്രവർത്തന ക്ഷമത ഇല്ലാത്തതാണെന്നുള്ളത് ഞങ്ങളെ അറിയിച്ചിട്ടില്ല ഇതുവരെ. മാർച്ച് 30 മുമ്പ് ഒരു കാരണവശാലും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അത്. ഈ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിലാണെങ്കിലും ഈ ഹോട്ടലുകൾ ഫിസിക്കൽ ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുള്ളതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളുടെ ഒരു ഹോട്ടലുകളിലും വന്ന് ഫിസിക്കൽ ഇൻസ്പെക്ഷൻ നടത്തിച്ചിട്ട് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലല്ല ഈ തരംതിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ 418 അകത്ത് വളരെ നിലവാരമുള്ള ഹോട്ടലുകൾ ധാരാളമുണ്ട്, തീരെ മോശപ്പെട്ടതുമുണ്ട്. ഈ തീരെ മോശപ്പെട്ട ഹോട്ടലുകൾ അത് അതിൻ്റെ നിലവാരം ഉയർത്താൻ വേണ്ടുന്ന ഒരു ഇൻസ്പെക്ഷനും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഈ ഒരു സുപ്രഭാതത്തിൽ ഒരു 418 ലൈസൻസ് പുതുക്കി കൊടുക്കില്ല എന്ന് പറഞ്ഞതല്ലാതെ ആ പുതുക്കി കൊടുത്തതിന് ശേഷവും ഇതുവരെയാണെങ്കിലും ഇതുവരെ പോലും ഒരു ഹോട്ടലിലും വന്നിട്ട് ഇത് ഇൻസ്പെക്ഷൻ നടത്തിയിട്ടില്ല, ഒരു ഏജൻസിയിൽ നിന്നും വന്ന് ഇൻസ്പെക്ഷൻ നടത്തിയിട്ടില്ല. അപ്പോൾ 418 ബാറുകൾ 70 വർഷമായിട്ട് നടക്കുന്ന ബാറുകളുണ്ട്. അപ്പോൾ ഒരൊറ്റ സുപ്രഭാതത്തിൽ ഇത് നാളെ അത് നന്നാക്കിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ബാർ ഉടമകൾ ഞങ്ങൾ പറയുന്നത് അതിന് കാലപരിധി തന്നു, ഒരു സമയപരിധി തന്നിട്ട് അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള സാവകാശം മാത്രം മതി ഞങ്ങൾക്ക്. അതാണ് എപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ഇപ്പോൾ കഴിഞ്ഞ വർഷം 2013 ഞങ്ങൾക്ക് ഒരു നോട്ടീസ് തന്നിരുന്നെങ്കിൽ 2014 നിങ്ങൾ ലൈസൻസ് പുതുക്കണമെങ്കിൽ നിങ്ങൾ ഈ ഹോട്ടൽ അപ്ഗ്രേഡ് ചെയ്യണം, ഇത് ഹൈജീനല്ല, അൺഹൈജീനിക്കാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്റ്റാൻഡേർഡൈസേഷൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ 2014 ലൈസൻസ് പുതുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ആ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചേനെ. അത് ഒരു കാരണവശാലും ഈ ഞങ്ങളെ ആരും സമീപിച്ചിട്ടില്ല, ഒരു നോട്ടീസ് തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ ഇപ്പം തന്നെ വിദേശ മദ്യ ഗോഡൗണിൽ സ്റ്റോറുകൾ ഇരിക്കുന്നു, അതെല്ലാം എക്സൈസ് സീൽ ചെയ്തിട്ട് പോയിരിക്കുന്നു. ബീറൊക്കെ ആണെങ്കിൽ ഒരു മാസത്തിൽ കൂടുതൽ ഇരിക്കുകയില്ലാത്ത സാധനങ്ങളാണ്. അത് എങ്ങനെ ഏത് ഷേപ്പിലാണ് ഇരിക്കണതെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഒരു സുപ്രഭാതത്തിൽ 31-ാം തീയതി വന്നിട്ട് പൂട്ടി താക്കോലും കൊണ്ട് പോവുകയാണ് ചെയ്തത്. ആ 418 ബാറ് ഒരു കാലത്തും ഇത് കൊള്ളുകയില്ലാത്തതാണെന്ന് ഞങ്ങൾക്ക് ഒരു നോട്ടീസിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ജെയ്സൺ, 418 ബാറുകൾ പൂർണ്ണമായും യോഗ്യതയില്ലാത്തവയല്ല, ചിലത് യോഗ്യതയില്ലാത്തവയുണ്ടെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ അതിനകത്ത് കണ്ടെത്തേണ്ടത് എക്സൈസ് വകുപ്പിന്റെ ചുമതലയാണ്. വർഷാവർഷം എക്സൈസ് വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധന എത്രമാത്രം കാര്യക്ഷമമായിരുന്നു എന്ന് തെളിവാക്കുന്നതാണ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ അടക്കം ചില സ്ഥലത്തുകൾ റാൻഡം പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തിയ വസ്തുത എന്ന് ജസ്റ്റിസ് രാമേന്ദ്രൻ ഇതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട്. എൻ്റെ ചോദ്യം അതല്ല. 418 ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കാതെ അടച്ചിട്ടിട്ട് പുറത്ത് 3 സ്റ്റാർ പദവി ഉള്ളതുകൊണ്ടും അതിനുശേഷം ലൈസൻസ് ഫ്രഷായിട്ട് ഗ്രാൻഡ് ചെയ്ത സമയത്ത് 3 സ്റ്റാർ ഉള്ളതടക്കമുള്ള ബാറുകൾക്ക് അനുമതി നൽകി എന്ന ആരോപണത്തിന് കഴമ്പുണ്ടോ? അതായത് 418 യോഗ്യതയില്ലാത്ത ഏതെങ്കിലും ബാറുകൾ കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ? അല്ല, അത് 418 ബാറിന് പുറമെ ഇപ്പോൾ 3 സ്റ്റാർ ഹോട്ടലിൻ്റെ 4 സ്റ്റാർ ഹോട്ടലിൻ്റെ ചില ബാറുകൾ കുറച്ച് മോശപ്പെട്ടതാണ്. ആ കാര്യം നമ്മൾ സമ്മതിക്കുന്നുണ്ട്. ചില തീരെ മോശം. ഇപ്പം സുനിൽകുമാർ MLA പറഞ്ഞ പോലെ തൃശ്ശൂർ ഏതോ ഒരു ബാറിൻ്റെ കൗണ്ടർ, ജനതാ കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് തീരെ മോശപ്പെട്ടതാണ് എന്ന് പറഞ്ഞില്ല. അതുപോലത്തെ ഉണ്ട്. പക്ഷേ പുതുക്കേണ്ട ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്കും 3, 4, 5 സ്റ്റാറുകൾപ്പെട്ട എല്ലാ ബാറുകളും പുതുക്കാനായിട്ടാണ്. ആ ഹൈജീനിക് ആണോ, നോൺ സ്റ്റാൻഡേർഡ് ആണോ, നോൺ ഹൈജീനിക് ആണോ എന്ന് എക്സൈസിനെ കൊണ്ട്, ഒരു ഏജൻസിനെ കൊണ്ട് നോക്കിച്ചിട്ടല്ല പുതുക്കിയത്. ഈ 2 സ്റ്റാർ ഒഴിച്ചിട്ടുള്ളത്, അതായത് ടോട്ടൽ ബാർ -3, 4, 5 = 418. ആ ഒന്നും പുതുക്കി കൊടുക്കേണ്ടെന്നുള്ളതാണ്. അല്ലാതെ 418 3, 4, 5 നോക്കി വെച്ചിട്ട് അതിൽ വൃത്തിയുള്ളത് മാത്രം പുതുക്കി കൊടുക്കാനല്ല തീരുമാനം എടുത്തത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ TN പ്രതാപൻ, അവിടെയാണ് ഒരു പ്രധാന ആരോപണം ഉയർന്നത്. അതായത് 418 എന്ന പട്ടിക അവിടെ നിൽക്കുമ്പോൾ തന്നെ
ബാക്കിയുള്ള ബാറുകൾ പുതുക്കി നൽകുമ്പോൾ ഈ 418 ബാർ, ഈ 418 ബാർ അടങ്ങുന്ന പട്ടികയിൽപ്പെടുന്ന ബാറുകളിൽ അത്ര പോലും സൗകര്യമില്ലാത്തവയ്ക്ക് പുതുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹൈക്കോടതി വിധിയും ആധാരമായിട്ടുണ്ട്. കണ്ണൂർ ഒരു ബാർ ഉടമ സമർപ്പിച്ച കേസിൽ ലൈസൻസ് പുതുക്കി നൽകുന്നതിന് ക്ലാസിഫിക്കേഷൻ അത് റിന്യൂ ചെയ്തിട്ടില്ലെങ്കിൽ, പുതുക്കിയിട്ടില്ലെങ്കിലും അത് നിർബന്ധമാക്കേണ്ട എന്നുള്ള ഒരു കോടതി വിധി കൂടി ആധാരമാക്കിയാണ് എക്സൈസ് വകുപ്പ് ഇത്ര ധൃതിയിൽ ഈ നടപടി സ്വീകരിച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൽ ഉപയോഗിച്ചിട്ടുള്ള വിവേചനാധികാരം, അതിൽ സ്വജനപക്ഷപാതമുണ്ട്, ക്രമക്കേടുണ്ട് എന്നാണ് പ്രധാന ആക്ഷേപം. ഈ 418 പുറത്ത് എത്ര ബാറുകളാണ് ഇപ്പോൾ പ്രവർത്തനാനുമതി നൽകിയത്, എന്തു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വിശദീകരണം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതായി ഞാൻ കരുതുന്നില്ല. അല്ല സുരേഷ്, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിലവിലുള്ള കോടതി വിധികളോ മാനദണ്ഡങ്ങളോ എക്സൈസ് മാനുവലോ ലംഘിച്ചുകൊണ്ട് എവിടെയെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് പൊതുസമൂഹം ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അന്വേഷണത്തിൽ കണ്ടുപിടിക്കപ്പെടാവുന്ന രീതിയിൽ അതിന് കർശനമായ നടപടി ഉണ്ടാകും. കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സന്ദർഭമായതുകൊണ്ട് കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്നതുകൊണ്ട് ഗവൺമെന്റിന്റെ മന്ത്രിമാരുൾപ്പെടെയുള്ള ജനപ്രതികൾക്ക് ഇതിലൊന്നിലും ഇടപെടാനും അന്വേഷിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിബന്ധനകളൊന്നും കഴിഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥന്മാർ നമുക്കറിയാമല്ലോ സുരേഷ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ LDF ഭരിച്ചാലും UDF ഭരിച്ചാലും അതിൽ നല്ലൊരു വിഭാഗം, എല്ലാവരും എന്ന് പറയുന്നില്ല, നല്ലൊരു വിഭാഗം സ്വാഭാവികമായും കറപ്റ്റാണ്. അവരിത് ഏറ്റവും വലിയൊരു ഉപാധി, ഈ പണം സമ്പാദിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായി ബാർ ഉടമകളെയും ബാറുകളെയും ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. അവരുടെ താല്പര്യത്തിനനുസരിച്ച് പലപ്പോഴും വളച്ചൊടിക്കാറുണ്ട്. അങ്ങനെ എവിടെയെങ്കിലും വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും വളരെ ഗൗരവത്തിലെടുക്കും. പക്ഷേ ശ്രീ ടി എൻ പ്രതാപൻ, അങ്ങനെ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന് എടുക്കാവുന്ന തീരുമാനവും നിലപാടുമാണോ? ഞാൻ ചോദിക്കുന്നത്, സർക്കാരിന്റെ കയ്യിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ഇരിക്കുന്നു. ഒരു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ തെറ്റുകൾ തിരുത്തുമെന്ന് സുപ്രീം കോടതിയിൽ സർക്കാർ ഒരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു. ഇതാണ് നിയമപരമായി സർക്കാരിന് മുമ്പിലുള്ള ബാധ്യത. ആ ബാധ്യത നിലനിൽക്കുമ്പോൾ 418 പുറത്ത് സാങ്കേതികമായി ഏതെങ്കിലും ബാറുകൾക്ക് കൊടുക്കാൻ ഒരു പഴുതുണ്ടെങ്കിൽ ആ പഴുത് ഉപയോഗിച്ചുകൊണ്ട് വൃത്തിഹീനമായ നിലവാരമില്ലാത്ത ഒരു ബാറിന് ലൈസൻസ് നൽകിയെങ്കിൽ ധാർമ്മികമായും നിയമപരമായും സർക്കാർ ചെയ്തിരിക്കുന്നത് തെറ്റല്ലേ? സുരേഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കണ്ണൂരിലെ ഒരു ബാർ ഉടമ ഹൈക്കോടതിയിൽ നിന്നും വാങ്ങിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അതിന് ലൈസൻസ് പുതുക്കി കൊടുക്കേണ്ടി വന്ന കാര്യം കൂടെ ചൂണ്ടിക്കാണിച്ചു. ഇതുപോലെ ഏതെങ്കിലും രീതിയിൽ നിയമപരമായും സാങ്കേതികമായും ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കേണ്ട സാഹചര്യത്തിൽ കൊടുത്തിട്ടുള്ളതാണോ, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ സ്വയം എടുത്ത തീരുമാനപ്രകാരം ഈ അൺഹൈജീനിക് കണ്ടീഷൻ അല്ലാത്ത അൺഹൈജീനിക് കണ്ടീഷൻ ഉള്ളതിന് കൊടുത്തിട്ടുണ്ടോ? ഇത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടണം. അതായത് പ്രതാപൻ, ഈ 418 പുറത്ത് മാർച്ച് 31 ശേഷം ഈ പറയുന്ന വിവാദമായിട്ടുള്ള പ്രവർത്തനാനുമതി നൽകിയ ബാറുകൾക്ക് ലൈസൻസ് നൽകിയ രീതി അതെന്തു മാനദണ്ഡത്തിലാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ഘട്ടത്തിൽ ഒരു ഉന്നതതല പരിശോധന കൂടി വകുപ്പിന്റെ ഭാഗത്തുനിന്ന്, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണം. അല്ല, ഇതിന് ഗവൺമെന്റ് തന്നെ ഒരു ഉന്നതതല സമിതിയെ നിയമിക്കുമെന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രത്യേകിച്ചും ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ. അപ്പൊ ഗവൺമെന്റ് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഉന്നതതല സമിതി ഇതെല്ലാം പരിശോധിക്കണം. നിലവിൽ കൊടുത്തിട്ടുള്ള ബാറുകളുടെ ലൈസൻസുകൾ, ആ ബാറുകളുടെ ഹൈജീനിക് കണ്ടീഷൻ എന്താണ്, ഇനി കൊടുക്കേണ്ടവയെ ഇപ്പൊ തന്നെ കൊടുക്കാതെ മാറ്റി വെച്ചിട്ടുള്ളവ 418 ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്, അതിനെ സംബന്ധിച്ചും അവർ ഉടമകൾക്കുള്ള പരാതി കൂടി കേട്ടുകൊണ്ട് പരിശോധിക്കട്ടെ. പരിശോധിച്ചതിന് ശേഷം ഇവയെല്ലാം പൂർവ്വസ്ഥിതിയിൽ ഹൈജീനിക് കണ്ടീഷനിലാക്കുന്ന സന്ദർഭത്തിലെ ലൈസൻസ് പുതുക്കി കൊടുക്കാവൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാദം. ഞാൻ തിരിച്ചു വരാം. ശ്രീ ജെയ്സൺ, സുപ്രീം കോടതിയിൽ സർക്കാർ പറഞ്ഞിരിക്കുന്നു സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുമെന്ന്. ആ ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് വയലേറ്റ് ചെയ്തുകൊണ്ട്, അത് ലംഘിച്ചുകൊണ്ട് സർക്കാരിന് ഈ കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കാൻ കഴിയുമോ? കാരണം 3 സ്റ്റാർ പദവിയിലുള്ള ഹോട്ടലുകൾക്ക് മാത്രം ലൈസൻസ് നൽകിയാൽ മതി എന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷന്റെ റിപ്പോർട്ട് സർക്കാരിന്റെ പക്കൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളിപ്പോൾ പറയുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള താൽക്കാലിക പരിഹാരമോ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പുകളോ ഒന്നും നടക്കും എന്ന് രാഷ്ട്രീയമായി കരുതുക വയ്യ. പ്രത്യേകിച്ച് VM സുധീരനെ പോലെ, TN പ്രതാപനെ പോലെയുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ കർശന നിലപാട് സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിൽ. അല്ല, അതിലിപ്പോൾ ശ്രീ TN പ്രതാപൻ MLA പറഞ്ഞതിനോടാണ് ഞാൻ യോജിക്കുന്നു. അതായത് ഞങ്ങളുടെ ഈ 418 ഹോട്ടലുകളിൽ അത് നോക്കി വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഹൈജീനിക് ഉള്ളതാണോ, അൺഹൈജീനിക്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ബാറുകൾക്ക് കൊടുക്കണ്ട. അതെ, ആ പരിശോധിക്കുന്നതിൻ്റെ അതിന് നോംസും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് വെച്ച് അത് പാലിക്കാൻ ഞങ്ങൾ. പക്ഷേ ക്ലാസിഫിക്കേഷൻ നൽകാനുള്ള അതോറിറ്റി എക്സൈസ് അല്ല, അത് പരിപാലിക്കുന്നുണ്ടോ എന്ന് എക്സൈസിനെ കൊണ്ട് ഉറപ്പ് വരുത്തിക്കാൻ മുൻകാലങ്ങളിൽ ചെയ്തതിൽ തന്നെ എക്സൈസ് വകുപ്പ് എത്രമാത്രം വീഴ്ച വരുത്തി എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ കുറേ കാലമായി കുറച്ച് ബാറുകളുടെയെങ്കിലും
ദുരവസ്ഥ അല്ലെങ്കിൽ അവിടെ സാധാരണ ആൾക്കാർക്ക് എന്താണ് നേരിടേണ്ടി വരുന്നതെന്നുള്ള ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഇതിനു മുമ്പ് വേറെ കാര്യം ചോദിച്ചിട്ട് ഈ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിലുള്ള അതിലൊരു ഭേദഗതി, അതായത് പിന്നെ അൺഹൈജീനിക് നോൺ സ്റ്റാൻഡേർഡ് ആൻഡ് അൺഹൈജീനിക് ബാറുകൾ മെച്ചപ്പെടുത്തണം, നിലവാരം മെച്ചപ്പെടുത്തണമെന്ന് ഉള്ള ഒരു ഇതുണ്ട്. അതിലൊന്ന് ഭേദഗതി അടച്ചിട്ട് നിലവാരം മെച്ചപ്പെടുത്തണമെന്നാണ് ഉള്ളത്. അത് തുറന്നിട്ട് ഞങ്ങൾക്ക് അതിനോട് സമയം തന്നാൽ മതി, 6 മാസം 1 വർഷം 1 മാസം 2 മാസം അടച്ചിട്ട് ഇത് ഭേദഗതി വരുത്തുക എന്നുള്ളത് അതാണ് ഞങ്ങൾക്ക് സംബന്ധിച്ചൊരു ബുദ്ധിമുട്ട്. പക്ഷേ യോഗ്യതയില്ലാത്തത് കൊണ്ട് പ്രവർത്തനക്ഷമമല്ല എന്ന് പറയുന്നത്, തൽക്കാലം ഒരു പ്രത്യേക കാലാവധിയിലേക്ക് വീണ്ടും പ്രവർത്തിക്കണമെന്ന് പറയുന്നത് ധാർമ്മികമായി തൻ്റെ റിപ്പോർട്ടിന് വിരുദ്ധമാണെന്ന് ജസ്റ്റിസ് രാമേന്ദ്രൻ ആവർത്തിച്ച് പറയുന്നു. അല്ല അതുകൊണ്ടാണ് ഇപ്പോൾ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ പറയുന്നത് അതേപടി തന്നെ ഗവൺമെൻറ് നടപ്പിലാക്കുക എന്നുള്ള, അങ്ങനെ ആണോ എന്ന് എനിക്കറിയത്തില്ല. അതിലൊരു ഭേദഗതി, കാരണം ഞങ്ങൾ ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നു, ഞങ്ങൾ മാർജിൻ ചെയ്യപ്പെടുന്നു. ഈ 418 ബാർ ഉടമകളുടെ കേരളത്തിലുള്ള എല്ലാ ബാർ ഉടമകളും ഞങ്ങൾ ഈ സ്റ്റേറ്റിലുള്ള സാധാരണ മനുഷ്യരല്ലാത്ത രീതിയിലാണ് ചില ആളുകൾ ഞങ്ങളോട് പെരുമാറുന്നത്. ഏത് ഒരു അവസരത്തിൽ ഞങ്ങളെ സഹായിക്കാനായിട്ട് ആരുമില്ല. ഞങ്ങളുടെ ഒരു ഹോട്ടൽ ഉടമകൾ ഞങ്ങൾ ഒരു തരം മോശപ്പെട്ട ഒരു പ്രവർത്തനത്തിലും പോകാത്ത ആളുകളാണ്. ഈ 3 സ്റ്റാർ ഹോട്ടലുകളിലെ സ്ത്രീകൾക്ക് ഒരു കാലത്തും ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, ഒരു ബാർ ഹോട്ടലിൽ നിന്നും ഉണ്ടായിട്ടില്ല, ഒരു ഒളി ക്യാമറ വെച്ചിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. പിന്നെ ഏത് ആളുകൾക്കും ഇപ്പോൾ തിരുവനന്തപുരം തൊട്ടങ്ങ് കാസർഗോഡ് വരെ യാത്ര ചെയ്യുമ്പോൾ പോലും ഒരു സാധാരണ ആളുകൾക്ക്, സ്ത്രീകൾക്കും കുട്ടികൾക്കും കയറി ഇരുന്ന് ഒരു അത്യാവശ്യം ഫ്രഷ് ആവാനുള്ള ഹോട്ടലുകൾ 3 സ്റ്റാർ ഹോട്ടലുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 സ്റ്റാർ ബാർ ഹോട്ടലുകൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സാധാരണ ഇന്ത്യൻ കോഫി ഹൗസിലാണ് നേരത്തെ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഡീഗ്രേഡ് ചെയ്യപ്പെടാൻ പാടില്ല, ഞങ്ങൾക്ക് ഒരു കൺസിഡറേഷൻ വേണം. അതൊന്നും അല്ലല്ലോ ഏതായാലും ബാറുകളുടെ പ്രവർത്തിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം അതൊന്നും അല്ലല്ലോ. ഇപ്പൊ സ്ത്രീകളുടെ സൗകര്യങ്ങളൊന്നും അല്ല, അതിലേക്ക് നമ്മൾ ചർച്ച പോയിട്ട് കാര്യമില്ല. ശ്രീ സുനിൽകുമാർ, അവസാനമായി ഇതിലൊരു വലിയ ക്രമക്കേടുണ്ട്, അല്ലെങ്കിൽ സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വേണ്ടത്ര ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്തില്ല എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ കുറേ കാലമായി LDFന്റെ കാലത്തടക്കം ക്ലാസിഫിക്കേഷൻ ഏതെങ്കിലും ഒരു കാലത്ത് നേടുക, പിന്നെ ഈ നിലവാരമൊക്കെ പരിപാലിക്കുന്നുണ്ടോ എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ വല്ലപ്പോഴും പോയി പരിശോധിക്കുക. എക്സൈസ് ഉദ്യോഗസ്ഥർ ബാറുകൾ നടത്തുന്ന പരിശോധന എന്താണെന്നുള്ളത് താങ്കൾക്കും എനിക്കും വ്യക്തമായിട്ട് അറിയാം. ഈ അവസ്ഥ മാറേണ്ടേ? അല്ല, ഇപ്പൊ എക്സൈസ് ഇപ്പൊ കഴിഞ്ഞ സൂര്യദാസ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് മന്ത്രിമാർക്ക് പോയിട്ട് ബാറിന്റെ ഇത് നോക്കാൻ പറ്റും. ഇത് നോക്കാൻ ഒരു സംവിധാനം ഉണ്ടല്ലോ. ആ സംവിധാനം തയ്യാറായി കഴിഞ്ഞാൽ അത് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരേനോ അതിന് മറുപടി പറയേണ്ട സ്ഥിതിവിശേഷം ഇവിടെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ അന്നത്തെ കാലത്ത് കൊടുത്ത ബാർ ലൈസൻസ് ക്ലാസിഫിക്കേഷൻ കൊടുത്ത ബാറുകളുടെ നിലവാരം ഉണ്ടോ ഇല്ലെന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആൾ പരിശോധിക്കാത്തതുകൊണ്ടാണല്ലോ ഇത് സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ ബാർ ഉടമസ്ഥന്മാരെ പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റുമോ? ബാർ ഉടമസ്ഥന്മാർ ഇവർ പറയുന്ന ലൈസൻസ് ഫീസ് അടയ്ക്കുന്നു, അവർ ബാർ നടത്തുന്നു. അവർ ചിലപ്പോൾ ഹൈജനിക് അല്ലെങ്കിൽ നോക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആൾ നോക്കിയിട്ടില്ല, അതാണ് പ്രശ്നം. അത് നോക്കാതിരിക്കുന്ന കാരണം അത് നോക്കുന്നുണ്ടെന്ന് പരിശോധിക്കുന്ന സംവിധാനം നമ്മുടെ നാട്ടിലില്ല. അതിപ്പോ LDFനും UDFും ഭരണകാലത്തും സംഭവിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ എല്ലാ കാലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിപക്ഷ ഭരണകക്ഷി എന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇപ്പൊ നമ്മുടെ മുമ്പിലൊരു പ്രശ്നമായി സുപ്രീം കോടതി വന്നിരിക്കുന്നു. നമ്മൾ നിയമവ്യവസ്ഥ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഗവൺമെന്റ് നാളെ ഒരു പോളിസി മേക്ക് ചെയ്യട്ടെ, എന്നിട്ട് ഞങ്ങൾ മറുപടി പറയാം. സർക്കാരാണല്ലോ ഇവിടെ ഇപ്പൊ ഗവൺമെന്റ് ആണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, UDF ഗവൺമെന്റ് ആണല്ലോ. അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഭൂരിപക്ഷം ഒരു ഗവൺമെന്റ് ആണ്. അവർക്ക് അവരുടേതായിട്ട് മാൻഡേറ്റ്, ജനങ്ങളുടെ മാൻഡേറ്റ് ലഭിച്ചൊരു ഗവൺമെന്റ് ആണ്. അവരുടെ പോളിസി നാളെ എന്താണെന്ന് പ്രഖ്യാപിക്കട്ടെ. ആ പോളിസി സുതാര്യമായി ഈ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥിതിവിശേഷം തുടരാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ സുതാര്യമായി സത്യസന്ധമായി അഴിമതിയില്ലാതെ നടത്താൻ അവർക്ക് കഴിയുമെങ്കിൽ അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഒരു പ്രശ്നമില്ലല്ലോ കാര്യത്തില്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. അവസാനമായി ശ്രീ TN പ്രതാപൻ, ഒരു ഭാഗത്ത് 2-3 കോടി രൂപ ചിലവാക്കി ഈ ബാറുകളുടെ നവീകരണം പൂർത്തിയാക്കി ലൈസൻസ് പുതുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അബ്കാരികളുടെ സമ്മർദ്ദം, മറുഭാഗത്ത് ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നിയമപരമായി ബാധ്യതയായി നിൽക്കുന്നു. സുധീരനും താങ്കളും ഒക്കെ അടക്കം അതിനനുകൂലമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നു. ഇതിനിടയ്ക്ക് എവിടെയായിരിക്കാം സർക്കാരിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയുക? ഇതിനകത്ത് സുരേഷ്, പ്രധാനമായും ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളോഹരി മദ്യപാനികളുള്ള നാടായി കൂടുതൽ ആയി മാറിയിരിക്കുകയാണ്. അപമാനം കൊണ്ട് നമ്മൾ തല കീഴ്പോട്ടിടുകയാണ്. നമ്മുടെ കൊച്ചുകുട്ടികൾ പോലും സ്കൂളുകളിലും കോളേജുകളിൽ പോലും വർദ്ധിച്ച് വരികയാണ്. ഇതിനൊരു നിയന്ത്രണവും കൺട്രോളും കൊണ്ടുവരാൻ സമൂഹം ആഗ്രഹിക്കുന്നു. ആ സമൂഹത്തിന് മുന്നിൽ ഒരു രൂപരേഖ എന്ന നിലയിലാണ്, ഒരു രചിതരേഖയായി നിൽക്കുന്നതാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ട്. സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിൽക്കുന്നതാണ്. കേവലം എക്സൈസിന്റെ മദ്യം വിൽപ്പന നടത്തി പണമുണ്ടാക്കൽ മാത്രമല്ല സർക്കാരിന്റെ ലക്ഷ്യം. ജനങ്ങളുടെ ക്ഷേമമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കൊണ്ടുള്ള ഒരു തീരുമാനം UDF സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്ന് താങ്കൾക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ?
ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു UDF ഗവൺമെന്റ് പ്രകടന പത്രികയിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് UDFന്റെ ലക്ഷ്യം അധികാരത്തിൽ വന്നാൽ ഘട്ടം ഘട്ടമായി മദ്യത്തിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഈ ജസ്റ്റിസ് M രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ. സ്വാഭാവികമായും മദ്യത്തിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരുന്നതിന് ഇത് സ്വീകരിക്കപ്പെടും എന്ന് വിശ്വസിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ TN പ്രതാപൻ, VS സുനിൽകുമാർ ഒപ്പം ജെയ്സൺ ചർച്ചയിൽ പങ്കെടുത്തതിന്. മറ്റൊരു വാർത്തയിലേക്ക് ന്യൂസ് അവർ കടക്കുന്നു.